സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ H1N1 രോഗസാധ്യത നിലനിൽക്കുന്നതായി DMO ഡോക്ടർ പി ഗോപിനാഥ്. മലയോരത്ത് രോഗബാധയെ തുടർന്ന് 2 പേർ മരിച്ചു. മലയോരത്ത് ഭക്ഷ്യവിഷബാധ, 100 കണക്കിന് പേർ ചികിത്സ തേടി. പാലം പുതുക്കാതെ റോഡ് ടാറിംഗ്, കൊട്ടോടിയിൽ പ്രതിഷേധം ശക്തമാവുന്നു. ടാറിംഗിൽ ക്രമക്കേടെന്ന ആരോപണം, കല്ലാന്തോൽ പാടി ഇരിയ റോഡ് തകർന്നു. ക്ഷേത്രസ്ഥാനികരുടെ വേതനം മുടങ്ങിയതിൽ പ്രതിഷേധം, ഉത്തര മലബാർ തീയ സമുദായ സംരക്ഷണ സമിതി പ്രക്ഷോഭം തുടങ്ങുന്നു. മേലാങ്കോട്ട് അംഗൻവാടി കെട്ടിടോദ്ഘാടനം നാടിന് ഉത്സവമായി. വില്ലുപത്ര സമർപ്പണ പൂജയ്ക്ക് ഒരുങ്ങി ഗുരുവനം നിത്യാനന്ദാശ്രമം. വാർത്തകൾ വിശദമായി. ജില്ലയിൽ H1N1 രോഗത്തിന്റെ സാധ്യത നിലനിൽക്കുന്നതായി DMO ഡോക്ടർ പി ഗോപിനാഥ്. മലയോരത്ത് 2 പേർ മരണപ്പെട്ടതായും സ്ഥിരീകരിച്ചു. ജില്ലയിൽ 2 മാസത്തിനകം 5 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി DMO ഡോക്ടർ പി ഗോപിനാഥ് പറഞ്ഞു. ഇവരിൽ 2 പേർ മരണപ്പെട്ടു. കൊന്നക്കാട്ടെ ബ്രിജേഷും പാണത്തൂരിലെ സൽമയുമാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ വർഷം 5 പേർക്ക് മാത്രമായിരുന്നു രോഗലക്ഷണം കണ്ടെത്തിയതെന്നും DMO അറിയിച്ചു. H1N1 നമുക്ക് ജില്ലയിൽ ഈ വർഷം ടോട്ടൽ 5 കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5 കേസിൽ 2 മരണങ്ങൾ സംഭവിച്ചു. ഒന്ന് കൊന്നക്കാടിലൊരു ബ്രിജേഷ് 33 വയസ്സായ ഒരാൾ, പിന്നെ പാണത്തൂരിലുള്ള സെൽമ 37 വയസ്സുള്ളൊരു സ്ത്രീ, 2 പേർ മരണപ്പെട്ടു. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ആകപ്പാട് 5 കേസേ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളൂ, ഒരു മരണം. ഇപ്പോൾ നമുക്ക് 2 മാസത്തിനിടയിൽ 5 കേസുകളിൽ അതിൽ 2 മരണം സംഭവിച്ചു. അതുകൊണ്ട് ജനങ്ങളിൽ അതിൻ്റെ ഇടയിലുള്ള ഒരു ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഭീതിയിലാണ് ജനങ്ങൾ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈ രോഗം ബാധിച്ച പ്രദേശങ്ങളിൽ നമ്മൾ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ഈ മരണപ്പെട്ട രോഗിയുടെ വീടിന് ചുറ്റുവട്ടത്തുള്ള ഒരു 50ഓളം വീടുകൾ നമ്മൾ സ്ഥിരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 50 വീടുകൾ നമ്മൾ ആരോഗ്യ പ്രവർത്തകർ ദിനം പ്രതി പോയിട്ട് നിരീക്ഷിച്ച് വരുന്നുണ്ട്. അവിടെ ജനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. രോഗലക്ഷണം കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടണമെന്നും DMO ഡോക്ടർ പി ഗോപിനാഥ് അഭ്യർത്ഥിച്ചു. മലയോരത്ത് ഭക്ഷ്യവിഷബാധ, 200ഓളം പേർ ചികിത്സ തേടി. മലയോരത്ത് ഛർദിയെ തുടർന്ന് നിരവധി പേർ ആശുപത്രിയിൽ. കോടോംബേളൂർ, കള്ളാർ, ബളാൽ തുടങ്ങിയ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലെ 100 കണക്കിന് ആളുകളാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയത്. പനത്തടി CHCയിൽ മാത്രം ചികിത്സ തേടിയെത്തിയത് 250ലധികം ആളുകൾ. ഇതിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. ഉത്സവ സ്ഥലത്ത് വിതരണം ചെയ്ത കുടിവെള്ളത്തിലൂടെ ശീതളപാനീയങ്ങൾ, മറ്റു ഭക്ഷ്യവസ്തുക്കൾ എന്നിവയിലൂടെയാകാം ഭക്ഷ്യവിഷബാധയേറ്റതെന്ന പ്രാഥമിക നിഗമനം. ഇവിടെ ഉപയോഗിച്ച വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. റോട്ടോ വൈറസ് ഛർദി പടരാൻ കാരണമെന്ന് കരുതുന്നു. വൈറസ് മൂലമായതിനാൽ ഇവിടെ നിന്നും ഭക്ഷണം, വെള്ളം എന്നിവ കഴിക്കാത്തവർക്കും അസുഖം വരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. വിവിധ ആശുപത്രികളിലായി 350 പേരാണ് ചികിത്സ തേടിയെത്തിയിട്ടുള്ളത്. മാരകമായ സ്ഥിതിവിശേഷം നിലവിലില്ലെന്നും ആവശ്യമായ നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കണമെന്നും അറിയിച്ചു. ഛർദി പടർന്നു പിടിച്ച പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് പ്രവർത്തകർ ക്ലോറിനേഷൻ, ORS വിതരണം എന്നിവ നൽകുന്നുണ്ട്. സ്ഥിതി വിലയിരുത്താൻ വെള്ളരിക്കുണ്ട് തഹസിൽദാർ PK ശോഭയുടെ നേതൃത്വത്തിൽ പനത്തടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ യോഗം ചേർന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ R ഗോപിനാഥ്, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ വിമൽ രാജ്, ഡോക്ടർ C സുഗു, ആരോഗ്യ പ്രവർത്തകർ, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കൊട്ടോടി പാലം പുതുക്കാൻ നടപടിയില്ല. റോഡ് നിർമ്മാണത്തിൽ നിന്നും പാലം പുതുക്കുന്നത് ഒഴിവാക്കിയതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കൊട്ടോടി ടൗണിന് സമീപം തോടിനോട് കുറുകെയുള്ള അപകട ഭീഷണി ഉയർത്തുന്ന പാലം പുതുക്കി നിർമ്മിക്കാതെയാണ് കൊട്ടോടി ഗ്രാഡിപ്പള്ള റോഡ് പുതുക്കി പണിതത്. പ്രധാനമന്ത്രിയുടെ റോഡ് വികസന പദ്ധതിയിൽപ്പെടുത്തി 1.52 കോടി രൂപയാണ് കൊട്ടോടി ഗ്രാഡിപ്പള്ള റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ചത്. ആദ്യഘട്ടത്തിൽ 1 ലക്ഷം രൂപ പാലം പുതുക്കി നിർമ്മിക്കാൻ വകയിരുത്തിയിരുന്നു. എസ്റ്റിമേറ്റ് പുതുക്കിയപ്പോൾ പാലം ഒഴിവാക്കുകയായിരുന്നു. 100 കണക്കിന് സ്കൂൾ വിദ്യാർത്ഥികളും നിരവധി വാഹനങ്ങളും കടന്നുപോകുന്ന പാലത്തിന്റെ കമ്പികൾ ദ്രവിച്ചതും കോൺക്രീറ്റ് അടർന്നു വീഴുന്ന നിലയിലുമാണ്. ടാറിംഗ് പൂർത്തിയായ റോഡിലൂടെ വാഹനങ്ങൾ അമിത വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ കൈവരിയില്ലാത്ത ഈ പാലം അപകട സാധ്യത വർദ്ധിപ്പിക്കും. കൊട്ടോടി ഗ്രാഡിപ്പള്ള പാലപ്പുഴ റോഡിന്റെ PMGSയിൽപ്പെടുത്തി പുതിയ 1,57,00,000 രൂപ മുടക്കി പണിത ഈ റോഡിന് പാലത്തിന് കൈവരിയോ പാലം അപകടാവസ്ഥയിലുമാണ്. ഞങ്ങൾ നാട്ടുകാർ ഇവിടെ കമ്മിറ്റി രൂപീകരിക്കുകയും അതോടനുബന്ധിച്ച് ഇതിൻ്റെ DPR
എടുത്തപ്പോൾ കൊട്ടോടി റോഡ് ആരംഭിക്കുന്നിടത്ത് തന്നെ പാലത്തിന് 20 ലക്ഷത്തിൽ പരം രൂപ ഉണ്ടായിരുന്നു. എന്നാൽ റിവേഴ്സ് എസ്റ്റിമേറ്റിൽ ആ ഒരു തുക പാലത്തിന് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പാലത്തിന് കൈവിരിയോ അതിൻ്റെ അടിയിലെ കമ്പി കാണാൻ ദ്രവിച്ച അവസ്ഥയിലുണ്ട്. കൊട്ടോടിയിലെ സ്കൂളിലേക്ക് പോകുന്ന 100 കണക്കിന് കുട്ടികൾ, സെൻറ് ആൻഡ് സ്കൂളിൽ പോകുന്നവർ, പള്ളിയിലെ അമ്പലങ്ങളിലേക്ക് പോകുന്ന പ്രധാന പാതയായ ഈ റോഡിന് കൈവിരി പോലും ഇല്ലാതെ വാഹനങ്ങൾ കടന്നു പോകുന്ന അപകടം സൃഷ്ടിക്കും. പാലത്തിന്റെ അപകടാവസ്ഥ അധികൃതരെ ബോധ്യപ്പെടുത്തി പരിഹാരം കാണാനായി നാട്ടുകാർ ഷാജി ജോസ് കൺവീനറായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണിപ്പോൾ. സിബി മൂപ്പാത്തിയിൽ, ശശി പാലപ്പുഴ, ജോസ് പാലപ്പുഴ, MJ സജി, MJ ജോസ് ചാക്കോ എന്നിവരാണ് മറ്റംഗങ്ങൾ. സ്മരണകളിൽ നിറഞ്ഞ സി രാഘവൻ മാഷ് കാസർഗോഡ് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ശ്രദ്ധേയമായി. എഴുത്തുകാരനും വിവർത്തകനുമായിരുന്ന സി രാഘവന്റെ 5ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാസർഗോഡ് സാഹിത്യവേദിയും കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മലയാളം കന്നഡ ഡിപ്പാർട്ട്മെന്റുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രിൻസിപ്പൽ ഡോക്ടർ KP അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്നത്തെ തലമുറയിലുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മുടെ കാസർഗോഡുകാരായിട്ടുള്ള സാഹിത്യകാരന്മാരെ കുറിച്ച് എത്രത്തോളം അറിയാമെന്നുള്ള, അല്ലെങ്കിൽ അവരെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട് എന്നൊരു തോന്നലാണ് ഞാൻ ഇങ്ങനൊരു കാസർഗോഡ് സാഹിത്യവേദിയുടെ ഈ ഒരു രാഘവൻ മാഷിന്റെ അനുസ്മരണ പ്രഭാഷണം ഇവിടെ നടത്താനായിട്ട്. സാഹിത്യവേദി പ്രസിഡന്റ് റഹ്മാൻ താലങ്ങാടി അധ്യക്ഷത വഹിച്ചു. നാരായണൻ പേരിയ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ രത്നാകര മല്ലമൂല വിവർത്തന സാഹിത്യത്തിലും ഡോക്ടർ സുഷമകുമാരി ഫോക്ലോർ പഠനത്തെക്കുറിച്ചും KV കുമാരൻ മാതൃകാ അധ്യാപകൻ എന്ന വിഷയത്തിലും പ്രഭാഷണം നടത്തി. പ്രൊഫസർ സുജാത, VV പ്രഭാകരൻ, PK രാജേഷ്, R ഗിരിധർ, വിനോദ് കുമാർ പെരുമ്പള, അഷ്റഫ് അലി ചേരങ്കൈ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ പ്രൊഫഷണൽ കബഡി ഫെസ്റ്റിന് ചെറുവത്തൂർ കുറ്റിവയൽ ഒരുങ്ങി. മാർച്ച് 25 മുതൽ 29 വരെ നടക്കുന്ന കബഡി മത്സരത്തിന് മൈതാനവും തയ്യാറായി. കുറ്റിവയൽ ഫൈറ്റിംഗ് സ്റ്റാർ ആണ് സംഘാടകർ. കേരള സ്പോർട്സ് കൗൺസിൽ, ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സിന്റെയും ധനസഹായത്തോടെയാണ് മൈതാനം നിർമ്മിച്ചത്. മൈതാനമില്ലാത്തതിനെ തുടർന്ന് കബഡി പ്രേമികളും മറ്റ് കായിക താരങ്ങളും വർഷങ്ങളായി നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായാണ് പുതിയ ഗ്രൗണ്ട് നിർമ്മിക്കാൻ അധികൃതർ തയ്യാറായത്. 8 ലക്ഷം രൂപ ചെലവിൽ 100 മീറ്റർ നീളത്തിലും 50 മീറ്റർ വീതിയിലുമാണ് മൈതാനം തയ്യാറാക്കിയിട്ടുള്ളത്. ദേശീയ പ്രോ കബഡിയുടെ ഭാഗമായി മൈതാനത്തിനകത്ത് സിന്തറ്റിക് കോർട്ട് നിർമ്മിക്കും. 6000 പേർക്ക് ഇരിക്കാനായി പ്രത്യേക ഗാലറിയും ഒരുക്കും. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ദേശീയ താരങ്ങളടങ്ങുന്ന ടീം കബഡി മത്സരത്തിൽ പങ്കെടുക്കും. മൈതാനത്തിന്റെ ഉദ്ഘാടനം P കരുണാകരൻ MP നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ കായിക രംഗത്തും കലാരംഗത്തുമുള്ള ജനകീയ കൂട്ടായ്മ നല്ല രീതിയിൽ ശക്തിപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ ഭാഗമായി തന്നെ നാട്ടിന്റെ പല ഭാഗങ്ങളിലും ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ട്, വായനശാലകളുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള ഗെയിംസ്, കളികൾ നടക്കുന്നുണ്ട്. ഫുട്ബോളുണ്ട്, വോളിബോളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കബഡി ടൂർണമെന്റ്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ല കബഡി രംഗത്ത് വളരെ മുമ്പ് തന്നെ നല്ല നിലയിലുള്ള പ്രശസ്തി നേടിയിട്ടുണ്ട്. K കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് C കാർത്തിയായനി, വൈസ് പ്രസിഡന്റ് K നാരായണൻ, മുകേഷ് ബാലകൃഷ്ണൻ, M അച്യുതൻ, KP വത്സലൻ, K ഭാസ്കരൻ, M രാധാമണി, K ശ്രീജ, T ഷിജു, TV സന്തോഷ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്രസ്ഥാനികരുടെ വേതനം മുടങ്ങി. ഉത്തര മലബാർ തീയ സമുദായ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം തുടങ്ങുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാമമാത്രമായ തുകയാണ് ക്ഷേത്രസ്ഥാനികർക്ക് വേതനമായി ലഭിക്കുന്നതെങ്കിലും കഴിഞ്ഞ 8 മാസമായി വേതനം നൽകാൻ സർക്കാർ തയ്യാറാവുന്നില്ല. മലബാറിലെ ക്ഷേത്രസ്ഥാനികർക്കും കോലധാരികൾക്കും 800 രൂപയാണ് വേതനമായി ലഭിക്കുന്നത്. വേതനം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി മാർച്ച് 5-ന് മലബാർ ദേവസ്വം ബോർഡിന്റെ കോഴിക്കോട് കമ്മീഷണറുടെ ഓഫീസിനു മുന്നിൽ ധർണാ സമരം നടത്തും. സമരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട് ജില്ലകളിലെ മുഴുവൻ ആചാരസ്ഥാനികന്മാരും, ഒരു വിഭാഗത്തിൻ്റെ അല്ല, ഒരു 10ഓളം വരുന്ന സമുദായ ആചാരസ്ഥാനികന്മാരും അതുപോലെ തന്നെ കോലധാരികൾക്കുമില്ല മലബാർ ദേവസ്വം ബോർഡ് നൽകിക്കൊണ്ടുവരുന്ന പ്രതിമാസ വേതനം അത് മുടങ്ങിയിട്ട് 10 മാസത്തോളമായി. ബന്ധപ്പെട്ട അധികാരികളെ മുഴുവൻ സമീപിച്ചപ്പോൾ എന്താണെന്നറിയില്ല, ഇത് മലബാറിൻ്റെ മാത്രം ഒരു സംഭവമായത് കൊണ്ട് ആരുടെ ഭാഗത്തും ഒരു അനുകൂലമായ നിലപാട് ഇതുവരെ കാണുന്നില്ല. അതുകൊണ്ട് മാർച്ച് മാസം 2015 മാർച്ച് മാസം 5-ാം തീയതി മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ ഓഫീസിന് മുമ്പിൽ
നമ്മുടെ ആചാരസ്ഥാനികന്മാർ ഒരു ദിവസത്തെ ധർണ സമരം ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാൻ പോകുന്നത്. വാർത്താ സമ്മേളനത്തിൽ രാജൻ പെരിയ, നാരായണൻ കൊളത്തൂർ, MV നാരായണൻ, P രാമൻ മാസ്റ്റർ, ഗംഗാധരൻ നാലിട്ടുകാരൻ, രവീന്ദ്രൻ വെളിച്ചപ്പാടൻ, നാരായണൻ വെളിച്ചപ്പാടൻ, കണ്ണൻ കുഞ്ഞി, കിണാവൂർ കുഞ്ഞിരാമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടാറിങ്ങിൽ അപാകത. കോടോമ്പളൂർ പഞ്ചായത്തിലെ കല്ലാത്തോൽ പാടി ഇരിയ റോഡ് നിർമ്മാണത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. കോടോമ്പളൂർ പഞ്ചായത്തിൽ 19-ാം വാർഡിൽ ഉൾപ്പെട്ട കല്ലാന്തോൽ പാടി ബാലൂർ ഇരിയ റോഡ് ടാറിംഗ് പ്രവൃത്തിക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. 190 മീറ്റർ ഭാഗമാണ് റോഡിൽ ടാറിംഗ് ചെയ്തത്. എന്നാൽ ടാറിംഗ് പൂർത്തിയായി ഒരു ദിവസം കൊണ്ട് തന്നെ മെറ്റലുകൾ പൂർണ്ണമായും ഇളകിയ നിലയിലാണ്. റോഡ് നിർമ്മാണത്തിൽ കൃത്രിമം നടന്നതായി ജനകീയ വികസന സമിതി അംഗം പ്രകാശൻ കുന്നുമൽ ആരോപിച്ചു. നാട്ടുകാരെ പരിശ്രമം കൊണ്ട് കളിച്ച റോഡാണ്. പിന്നെ ഇപ്പോഴാണ് ഇനി പൈസ പാസ്സായത്. ഈ 5 വർഷത്തിൽ ഇത് പഞ്ചായത്തിൻ്റെ 5 വർഷത്തിനുള്ളിൽ പാസ്സാക്കുന്ന ആദ്യത്തെ ഇതാണ് 460. ആ പൈസ ടാറിങ് കോൺട്രാക്ടർ പിന്നെ ടാറിങ് പിന്നെ ചെയ്തു. സോളിങ്ങും ടാറിങ്ങും ആണ് ചെയ്തത്. സോളിങ് കംപ്ലീറ്റ് സോളിങ്ങും കല്ലിൽ തന്നെ ചെയ്തതാണ്. മറ്റേ കരിങ്കല്ലാണ് ചെയ്തത്. ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് പോകാൻ തുടങ്ങി ടാറിങ് ചെയ്തത്. അതുകൊണ്ട് നാട്ടുകാർ കംപ്ലീറ്റ് പിന്നെ ഇതിൻ്റെ പ്രതിഷേധമായി പിന്നെ പഞ്ചായത്തിലും പരാതി ഉണ്ട്. ടാറിംഗ് പൂർത്തിയാക്കി ദിവസങ്ങൾക്കകം തകർന്ന റോഡിന്റെ അപാകത പരിഹരിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കല്ലാന്തോൽ പാടി ബാലൂർ പ്രദേശങ്ങളുമായി ബന്ധപ്പെടേണ്ട റോഡാണ് തകർന്നു കിടക്കുന്നത്. കണ്ണൂർ സർവകലാശാല നീലേശ്വരം ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ AM ശ്രീധരൻ സ്ഥാനം രാജിവെച്ചു. സർവകലാശാല മലയാള വിഭാഗം തലവൻ, MSc മോളിക്കുലാർ ബയോളജി കോഴ്സ് ഡയറക്ടർ എന്നീ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കണമെന്ന് രാജിക്കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ വഹിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നെല്ലാം മാർച്ച് 2 മുതൽ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട്, രജിസ്ട്രാർ ഡോക്ടർ ബാലചന്ദ്രൻ കീഴോത്ത് എന്നിവർക്കാണ് ഡോക്ടർ AM ശ്രീധരൻ കത്ത് നൽകിയത്. വൈസ് ചാൻസലർക്ക് ഇദ്ദേഹം നേരത്തെയും രാജിക്കത്ത് നൽകിയിരുന്നുവെങ്കിലും അനുനയിപ്പിച്ചതിനെ തുടർന്ന് പിന്മാറുകയായിരുന്നു. വ്യക്തിപരമായ അസൗകര്യങ്ങളാണ് സ്ഥാനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതിന് കാരണമെന്നറിയുന്നു. 2008 നീലേശ്വരം പാലാത്തടത്ത് ഡോക്ടർ PK രാജൻ സ്മാരക ക്യാമ്പസ് തുടങ്ങിയത് മുതൽ ഡയറക്ടർ സ്ഥാനം വഹിച്ചു വരികയാണ് ഇദ്ദേഹം. മലയാളം, മോളിക്കുലാർ ബയോളജി, ഹിന്ദി വിഷയങ്ങളിലെ സർവകലാശാല പഠനവകുപ്പിന്റെ ആസ്ഥാനം കൂടിയാണ് നീലേശ്വരം ക്യാമ്പസ്. MBA, MCA വിഷയങ്ങളിലെ പഠന കേന്ദ്രങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു. സഹപാഠിക്ക് ചികിത്സാ സഹായം നൽകി ജൂനിയർ റെഡ് ക്രോസ് വിദ്യാർത്ഥികൾ മാതൃകയായി. കോടോത്ത് അംബേദ്കർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ചികിത്സാ സഹായം നൽകാൻ രംഗത്തിറങ്ങിയത്. സഹപാഠിക്ക് ചികിത്സാ സഹായം നൽകി ജൂനിയർ റെഡ് ക്രോസ് വിദ്യാർത്ഥികൾ മാതൃകയായി. കോടോത്ത് അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റാണ് കാരുണ്യസ്പർശവുമായി സഹപാഠിയായ P നിതിനയ്ക്ക് ചികിത്സാ സഹായം എത്തിച്ചത്. വയറുവേദനയെ തുടർന്ന് ജില്ലാ ആശുപത്രിയിലും പെരിയാരം മെഡിക്കൽ കോളേജിലുമായി നിതിനയ്ക്ക് 2 ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നിരുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്ന നിതിനയ്ക്കുള്ള ചികിത്സാ സഹായം റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ സെക്രട്ടറി HK മോഹൻദാസ് വിതരണം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ P വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം PTA പ്രസിഡന്റ് KV കേളു നിർവഹിച്ചു. T ഷംസുദ്ദീൻ, M അഭിജിത്ത് എന്നിവർ സംസാരിച്ചു. സമന്വയ കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിലുള്ള ഭാരത് ഉത്സവ് ശനിയാഴ്ച ഉപ്പളയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമന്വയ കാസർഗോഡ് ഒരുക്കുന്ന 4ാമത് അഖിലേന്ത്യാ കലോത്സവമായ ഭാരത് ഉത്സവ് 2015 ശനിയാഴ്ച നടക്കും. ഉപ്പള മാരിക്കെ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കലോത്സവത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി പേർ സംബന്ധിക്കും. ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി വിവിക്താനന്ദ സരസ്വതി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് നടക്കുന്ന ആദരിക്കൽ ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ആദരിക്കും. കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് മത്സര വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. S ദേവപ്പ, A ദാമോദരൻ, അഡ്വക്കേറ്റ് KM ഹസൈനാർ, ദിലീപ് കുമാർ പേർല തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മേലാങ്കോട്ട് അംഗൻവാടി കെട്ടിടോദ്ഘാടനം നാടിന് ഉത്സവമായി. കാഞ്ഞങ്ങാട് നഗരസഭയും വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതി പ്രകാരമാണ് അംഗൻവാടി നിർമ്മിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭ വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മേലാങ്കോട്ട് അംഗൻവാടിക്ക് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടോദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു.
നഗരസഭാ ചെയർപേഴ്സൺ കെ ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഒരു പ്രദേശത്തിന്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന ഒരു ജനപ്രതിനിധി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്നതിനുള്ള ഒരു ഉദാഹരണം തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നത്. കാരണം ഒരു നാടിലുള്ള ക്ലബ്ബുകളും അതുപോലെ സന്നദ്ധ സംഘടനകളും അവിടെയുള്ള നാട്ടുകാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ എങ്ങനെ ഒരു വികസനം ഉദ്ദേശിക്കുന്നുവോ ആ രീതിയിലുള്ള ഒരു വികസനത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു അക്ഷരാർത്ഥത്തിൽ തന്നെ ഇവിടെ അത് സംഭവിച്ചിരിക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. സാവിത്രിയമ്മ, സരളാമ്മ, വാസു മാസ്റ്റർ എന്നിവരെ നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴ്ന്നോരടി ആദരിച്ചു. എൽ സുലൈഖ, സി ജാനകിക്കുട്ടി, അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, ടി അരവിന്ദൻ, സാവിത്രിക്കുട്ടി, പി ബാബു, ടി വിനോദ് കുമാർ, ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർ പി ലീല സ്വാഗതവും രാജേശ്വരി ടീച്ചർ നന്ദിയും പറഞ്ഞു. മാവുങ്കാലിലെ ആപ്പിൾ കിഡ്സ് ഇന്റർനാഷണൽ പ്രീ സ്കൂൾ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. മാവുങ്കാലിൽ പ്രവർത്തിച്ചു വരുന്ന ആപ്പിൾ കിഡ്സ് ഇന്റർനാഷണൽ സ്കൂൾ കാഞ്ഞങ്ങാടിന്റെ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. റോട്ടറി MBM ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ MC ജേക്കബ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. You find that there is not much the education is offering to the heart. It has something much for the head or mind, but then there is nothing for the heart, I feel. People are competing, and education actually is for the overall development of the child, and that I believe Apple Kids is doing without competing with other institutions. Not competing with other similar education institutions. സ്കൂൾ പ്രിൻസിപ്പൽ രീഷ്മ അബ്രഹാം അധ്യക്ഷയായി. ഷാരൺ എബ്രഹാം സ്വാഗതം പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സുവർണ കേരളം പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് പച്ചക്കറി കൃഷി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കേരള സഹകരണ വകുപ്പിന്റെയും കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഇതൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിനും അപ്പുറത്ത് ഈ കൃഷി എന്ന് പറയുന്നതും കാർഷികം എന്ന് പറയുന്നതുമായ ഈ സംഭവം അത് സംസ്കാരവും അതേപോലെ തന്നെ നമ്മുടെ പാരമ്പര്യവും പൈതൃകവും ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പഴയ കാലത്തുള്ള കൃഷിയും പഴയ കാലത്തുള്ള കലാരൂപങ്ങൾ, മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കവിതകൾ, നാടകങ്ങൾ ഇതൊക്കെ തന്നെയും കാർഷിക, അതേപോലെ തന്നെ നമ്മളെ വിശേഷപ്പെട്ട ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, നമ്മൾ ഓണവും വിഷുവും ഒക്കെ തന്നെയും കാർഷിക വിളവെടുപ്പും കാർഷികമായിട്ടുള്ള വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ബാങ്ക് പ്രസിഡന്റ് SJ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. P വിജയൻ, P ദാമോദരൻ, AV ലീല തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിക്കാർക്ക് ആവശ്യമായ പച്ചക്കറി വിത്തും വിതരണം ചെയ്തു. അരയി വട്ടത്തോട് മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന മഹോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. അനുഗ്രഹം തേടി നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തി. അരയി വട്ടത്തോട് മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന വെള്ളാട്ട മഹോത്സവം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ സമാപിച്ചു.
വെള്ളാട്ടം, കളിക്കപ്പാട്ട്, അന്തിവേല, കലശമെഴുന്നള്ളത്ത് തുടങ്ങിയ ചടങ്ങുകൾ അരങ്ങേറി. തിരുവപ്പന വെള്ളാട്ടം ദർശിക്കാൻ നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തി. ദേശീയ ഗെയിംസിലെ വെള്ളി മെഡൽ ജേതാവ് നീലേശ്വരം കരുവാച്ചേരി സ്വദേശി PV റനീഷിന് ജന്മനാടിന്റെ സ്വീകരണം. നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിറങ്ങിയ കായിക താരത്തെ സ്വീകരിച്ചാനയിച്ചാണ് കരുവാച്ചേരിയിലെത്തിച്ചത്. ദേശീയ ഗെയിംസിൽ ഡക്കാത്തണിൽ വെള്ളി മെഡൽ നേടിയ PV റനീഷിനെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലാണ് നഗരസഭാ ചെയർപേഴ്സൺ V ഗൗരിയുടെ നേതൃത്വത്തിൽ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചത്. DYFI പ്രവർത്തകരും കരുവാച്ചേരിയിലെ കൈരളി ക്ലബ് അംഗങ്ങളും ബുധനാഴ്ച വൈകിട്ട് കോയമ്പത്തൂർ മംഗലാപുരം ഫാസ്റ്റ് പാസഞ്ചറിനെത്തിയ റനീഷിനെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെ സ്വീകരണത്തിന് ശേഷം റനീഷിനെ DYFI പ്രവർത്തകർ തുറന്ന വാഹനത്തിൽ ജന്മഗ്രാമമായ കരുവാച്ചേരിയിലെത്തിച്ചു. അവിടെയും ഉജ്ജ്വലമായ സ്വീകരണം നൽകി. കെ രാജീവൻ, ഗംഗാധരൻ, ബാലകൃഷ്ണൻ, കരുണാകരൻ, വിനോദ്, രാജൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ഗുരുവനം ആശ്രമത്തിൽ നിത്യാനന്ദ ഭഗവാന് ലക്ഷം വില്വപത്ര സമർപ്പണം നടത്തുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാണ് വില്വപത്ര സമർപ്പണം നടക്കുന്നത്. ഗുരുവനത്തിലെ നിത്യാനന്ദാശ്രമത്തിൽ ഭക്തജന തിരക്കേറി. നിത്യാനന്ദ ഭഗവാന്റെ പാദങ്ങളിൽ വെള്ളിയാഴ്ച ലക്ഷം വില്വപത്ര സമർപ്പണം നടക്കും. ബോംബെ ഗണേഷ്പുരി തുങ്കാരേശ്വര മഠാധിപതി ബാലയോഗി സദാനന്ദ മഹാരാജ് സ്വാമികളുടെ കാർമ്മികത്വത്തിലാണ് പൂജ നടക്കുന്നത്. പൂജകൾക്ക് സാക്ഷ്യം വഹിക്കാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഗുരുവനത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ശിവരാത്രിയുടെ ഭാഗമായി സ്വാമിജിയെ നാളെ ഗുരുവനം അമ്പലത്തിലേക്ക് നിത്യാനന്ദാശ്രമത്തിലേക്ക് പൂർണ്ണകുംഭ സ്വാഗതം രാവിലെ 9 മണിക്കും അതോടനുബന്ധിച്ച് 10 മണിക്ക് വളരെ അപൂർവമായി നടത്താറുള്ള സഹസ്ര ലക്ഷ വിൽവപത്ര ലക്ഷാർച്ചന. ഇത് ശിവരാത്രി ശിവന്റെ ഒരു ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന ലക്ഷ വിൽവ അർച്ചന സ്വാമിജിയുടെ ദിവ്യഹസ്തത്താൽ ഗുരുവനം സ്വാമി നിത്യാനന്ദ ആശ്രമത്തിൽ നാളെ രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഉള്ള സമയത്ത് നടക്കുകയാണ്. ഗുരുവനത്തിലെ ആശ്രമ പരിസരം പൂർണ്ണമായും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആശ്രമവും ലക്ഷം വില്വപത്ര സമർപ്പണ പൂജയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ബോംബെയിൽ നിന്നും നൂറുകണക്കിന് ശിഷ്യർ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ H1N1 രോഗസാധ്യത നിലനിൽക്കുന്നതായി DMO ഡോക്ടർ P ഗോപിനാഥ്. മലയോരത്ത് രോഗബാധയെ തുടർന്ന് 2 പേർ മരിച്ചു. മലയോരത്ത് ഭക്ഷ്യവിഷബാധ, നൂറുകണക്കിന് പേർ ചികിത്സ തേടി. പാലം പുതുക്കാതെ റോഡ് ടാറിംഗ്, കൊട്ടോടിയിൽ പ്രതിഷേധം ശക്തമാവുന്നു. ടാറിംഗിൽ ക്രമക്കേടെന്ന ആരോപണം, കല്ലാന്തോൽ പാടി ഇരിയ റോഡ് തകർന്നു. ക്ഷേത്രസ്ഥാനികരുടെ വേതനം മുടങ്ങിയതിൽ പ്രതിഷേധം, ഉത്തര മലബാർ തീയ സമുദായ സംരക്ഷണ സമിതി പ്രക്ഷോഭം തുടങ്ങുന്നു. മേലാങ്കോട്ട് അംഗൻവാടി കെട്ടിടോദ്ഘാടനം നാടിന് ഉത്സവമായി. വില്വപത്ര സമർപ്പണ പൂജയ്ക്ക് ഒരുങ്ങി ഗുരുവനം നിത്യാനന്ദാശ്രമം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.